പുതുക്കിയ വഖഫ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പുതിയ ബില്ലിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ബില്ല് പാർലമെന്റിന് മുന്നിൽ എത്തുമെന്നാണ് കരുതുന്നത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും നിയമത്തിന്റെ പേര് മാറ്റുന്നതുമടക്കമുള്ള 14 ഭേദഗതികൾ ചേർത്തുള്ളതാണ് പുതുക്കിയ ബില്ല്. പ്രതിപക്ഷ അംഗങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ബില്ല് JPCയിൽ അംഗീകരിച്ചത്. ഫെബ്രുവരി 13-ന് BJP MP ജഗദംബിക പാൽ നേതൃത്വം നൽകുന്ന JPC അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കോൺഗ്രസ്, DMK, TMC, AAP, ശിവസേന, UBT, മജ്ലിസ് പാർട്ടി അംഗങ്ങൾ നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിയായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 വർഷം പ്രകടിതമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫിന് സ്വത്ത് നൽകാനാവൂ എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വഖഫ് നിയമം എന്നത് ഉമീദ് എന്നാക്കി. നിയമപരമായ അവകാശമുള്ളയാൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് കൈമാറാനാവൂ. വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെന്നാക്കി. സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുകൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി യോഗ്യരായ ആർക്കും വരാം. നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നൽകണം. വഖഫ് സംബന്ധിച്ച ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം എന്നിങ്ങനെയാണ് ഭേദഗതികൾ. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.